നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജോസഫ് ഗ്രൂപ്പ് കയ്യിൽ വെച്ചിരിക്കുന്ന സീറ്റുകൾ ഏറ്റെടുക്കുവാൻ തയ്യാറായിരിക്കുകയാണ് കോൺഗ്രസ് പാർട്ടി. ജോസഫ് ഗ്രൂപ്പിന് വർഷങ്ങൾ ഈ സീറ്റ് നൽകിയിട്ടും ഒരു ചലനവും അവിടെ ഉണ്ടാക്കാൻ സാധിക്കാത്ത അവസ്ഥയിലാണ് സീറ്റുകൾ ഏറ്റെടുക്കുവാൻ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. ഒരു പാർട്ടി എന്ന നിലയിൽ വെറും 4 സീറ്റുകൾ കൈവശം വെച്ചുകൊണ്ടിരിക്കുന്നത് ഒരു പ്രയോജനവുമില്ലാത്ത കാര്യമാണ്. ഒന്നെങ്കിൽ മിടുക്കരായ സ്ഥാനാർത്ഥികളെ അവിടെ അവതരിപ്പിച്ച് വിജയിപ്പിക്കുവാനായി ശ്രമിക്കണം. അല്ലാത്ത പക്ഷം കോൺഗ്രസ് പോലുള്ള ജനസംബന്ധമായ പാർട്ടിക്ക് സീറ്റുകൾ കൈമാറണം. ആദ്യം പറഞ്ഞത് സാധിക്കാത്ത അവസ്ഥയിൽ ജോസഫ് ഗ്രൂപ്പ് നിൽക്കുന്നത് കൊണ്ടാണ് 4 സീറ്റുകൾ ഏറ്റെടുക്കുവാൻ കോൺഗ്രസ് പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത്. ഇത് പക്ഷേ ജോസഫ് ഗ്രൂപ്പ് അംഗീകരിച്ചിട്ടില്ല. ജയിക്കാൻ സാധിക്കുമെന്ന് വെറും വാക്കാൽ മാത്രം ഉറപ്പു നൽകുന്ന ജോസഫ് ഗ്രൂപ്പ് പക്ഷേ അതിനുള്ള വഴികൾ തേടുന്നില്ല എന്നതാണ് സത്യം. ഇതോടെയാണ് എതിർപ്പുകൾ മാറ്റിവെച്ച് സീറ്റുകൾ ഏറ്റെടുക്കാൻ കോൺഗ്രസ് തന്നെ തീരുമാനിച്ചത്. കഴിഞ്ഞ തവണ കേരള കോൺഗ്രസ് പരാജയപ്പെട്ട ഏറ്റുമാനൂർ, ചങ്ങനാശ്ശേരി, ഇടുക്കി, കുട്ടനാട് എന്നീ 4 സീറ്റുകൾ തിരികെ വേണമെന്നാണ് കോൺഗ്രസിന്റെ ആവശ്യം. കേരള കോൺഗ്രസിന് പഴയ ശക്തിയില്ലെന്നും വിജയസാധ്യത പരിഗണിച്ച് കോൺഗ്രസ് തന്നെ ഈ സീറ്റുകളിൽ മത്സരിക്കണമെന്നും ഹൈക്കമാൻഡ് തലത്തിൽ ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞു. 2021 10 സീറ്റുകളിൽ മത്സരിച്ച കേരള കോൺഗ്രസിന് തൊടുപുഴയിലും കടുത്തുരുത്തിയിലും മാത്രമാണ് ഇത്തവണ വിജയിക്കാനായത്. ഇത്തവണ അവർക്ക് പരമാവധി 5 സീറ്റുകൾ മാത്രം നൽകിയാൽ മതിയെന്ന ആലോചനയിലാണ് കോൺഗ്രസ് നേതൃത്വം നിൽക്കുന്നത്. ഇതിനു പുറമെ കേരള കോൺഗ്രസ് മത്സരിച്ച തൃക്കരിപ്പൂർ, തിരുവല്ല മണ്ഡലങ്ങൾ കൂടി ഏറ്റെടുക്കണമെന്ന് കോൺഗ്രസിലെ ഒരു വിഭാഗം ശക്തമായി ആവശ്യപ്പെടുന്നുണ്ട്. ചങ്ങനാശ്ശേരിയാണ് ആദ്യം ഏറ്റെടുക്കുക. 1980 മുതൽ കേരള കോൺഗ്രസിന്റെ കോട്ടയാണെങ്കിലും ഇത്തവണ കൈപ്പത്തി അടയാളത്തിൽ സ്ഥാനാർത്ഥി വേണമെന്നാണ് പ്രാദേശിക കോൺഗ്രസ് നേതൃത്വത്തിന്റെ നിലപാട്. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഉണ്ടാക്കിയ മുന്നേറ്റം ചൂണ്ടിക്കാട്ടിയാണ് കുട്ടനാട് സീറ്റിനായി അവകാശവാദം ഉന്നയിക്കുന്നത്. മന്ത്രി VN വാസവനെതിരെ മികച്ച സ്ഥാനാർത്ഥിയെ നിർത്താൻ കേരള കോൺഗ്രസിന് ശേഷിയില്ല എന്നാണ് വിലയിരുത്തൽ. അതുകൊണ്ട് ഏറ്റുമാനൂർ സീറ്റ് ഏറ്റെടുത്ത് ജോസഫ് വാഴക്കനടക്കമുള്ള മികച്ച ആളുകളെ പരിഗണിക്കുവാനാണ് കോൺഗ്രസ് ലക്ഷ്യം വെക്കുന്നത്. ഇടുക്കിയാണ് മറ്റൊരു സീറ്റ്. മന്ത്രി റോഷി അഗസ്റ്റിനെ നേരിടാൻ കോൺഗ്രസ് തന്നെ ഇറങ്ങണമെന്നാണ് ആവശ്യം. എന്നാൽ കഴിഞ്ഞ തവണ മത്സരിച്ച മുഴുവൻ സീറ്റുകളിലും ഇത്തവണയും മത്സരിക്കാൻ അവകാശമുണ്ടെന്ന് കേരള കോൺഗ്രസ് വാദിക്കുന്നുണ്ട്. ഇടതുമുന്നണിയിൽ കേരള കോൺഗ്രസ് മാണി വിഭാഗം കൂടുതൽ സീറ്റുകൾക്കായി സമ്മർദ്ദം ചെലുത്തുമ്പോൾ മറുവശത്ത് UDFൽ ജോസഫ് ഗ്രൂപ്പിന്റെ സീറ്റുകൾ കുറയ്ക്കാനുള്ള കോൺഗ്രസ് നീക്കം മുന്നണിയിൽ അസ്വാരസ്യങ്ങൾക്ക് വഴി തുറന്നേക്കാം. വിജയസാധ്യത മാത്രമായിരിക്കും സീറ്റ് വിഭജനത്തിലെ മാനദണ്ഡമെന്ന് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കി കഴിഞ്ഞു.